ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി തിരിച്ച് അദ്ദേഹം ഒരാളുടെ വീടെന്നൊരു വലിയ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയിലേക്കാണ്. ഒരു സേഫ്റ്റി പിന്നുമായി നടത്തിയ ഒരു ചലഞ്ച്, ഒരു 27-കാരൻ തുടങ്ങിയ ഒരു യാത്ര. ആ യാത്ര ഇന്ന് എത്തി നിൽക്കുന്ന കൊല്ലം കുണ്ടറ സ്വദേശിയായ സിന്ധുവിൻ്റെ പുതിയ വീടിന് മുന്നിലാണ്. ഈ യാത്ര നടത്തിയത് യൂട്യൂബറായ കോട്ടയം വടവാതൂർ സ്വദേശിയായ അമലാണ്. വളരെ നന്മയുള്ള ഒരു സേഫ്റ്റി പിൻ ചലഞ്ചാണ്. എന്താണ് കാണാം. ഒരു സേഫ്റ്റി പിന്നൊക്കെ ഇപ്പൊ എന്താ വില? ഒരു വീടിന്റെ അത്രയൊക്കെ വിലയുണ്ട് ചേട്ടാ. ഒരു വർഷം മുൻപ് കോട്ടയം വടവാതൂർ സ്വദേശി അമൽ യൂട്യൂബിലൂടെ ഒരു ചലഞ്ച് തുടങ്ങി. ചെറിയ സാധനം കൊടുത്ത് വലിയ സാധനം മേടിക്കുന്ന ഒരൊന്നൊന്നര ചലഞ്ച്. ഇന്ന് ഞാൻ ഈ ഒരു സേഫ്റ്റി പിൻ ട്രേഡ് ചെയ്ത് ഒരു വീട് മേടിക്കാൻ പോവാ. തമാശ പറഞ്ഞതല്ല. കാനഡയിൽ 2005 കൈൽ മക്ഡൊണാൾഡ് തുടങ്ങി വെച്ച ഒരു ട്രെൻഡാണ് പേപ്പർ ക്ലിപ്പ് ചലഞ്ച്. നമ്മുടെ പഴയ ബാർട്ടർ സിസ്റ്റം ഒക്കെ പോലെ ₹1 പോലും വിലയില്ലാത്ത ഈ ഒരു പേപ്പർ ക്ലിപ്പ് വിറ്റിട്ട് അതിനേക്കാളും വിലയുള്ള മറ്റെന്തെങ്കിലും മേടിക്കുക. അപ്പൊ ഞാൻ നോക്കുമ്പം അത് ഇന്ത്യയിലും കേരളത്തിലും അങ്ങനെ ആരും ചെയ്തിട്ടില്ല. അപ്പം വെറുതെ ഇങ്ങനെ കോട്ടയം ടൗണിലേക്ക് ഇറങ്ങിയിട്ട് ഒരമ്മയുടെ അടുത്ത് ഒരു സേഫ്റ്റി പിൻ തരുമെന്ന് ചോദിച്ചു. അമ്മ ഒരു സേഫ്റ്റി പിൻ തന്നു. ആ സേഫ്റ്റി പിൻ വേറെ ആൾക്ക് കൊടുത്തപ്പം ഒരാൾ എനിക്ക് പേന തന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ₹1 സേഫ്റ്റി പിൻ കൊടുത്തപ്പോൾ എനിക്ക് ₹10 പേന കിട്ടി. അപ്പോൾ അങ്ങനെ വാല്യുവേഷൻ കൂട്ടി വീടാക്കാന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പേന കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഒരു ബുക്ക് കിട്ടി. ബുക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ഹെഡ്ഫോൺ കിട്ടി. അങ്ങനെ ഒരു 10-13 എനിക്കൊന്ന് 17 ട്രേഡ് കഴിഞ്ഞിട്ടാണ് ഒരു വീട് കിട്ടിയത്. ഇതിനിടയ്ക്ക് കുറേ എയർ ഫ്രയർ കിട്ടി. എയർ ഫ്രയർ കിട്ടുമ്പോഴേക്കും ഒരു ₹10,000 വാല്യുവേഷൻ ഓൾറെഡി ആയി. പിന്നെ അത് കൊടുത്തിട്ടൊരു കോഴ്സ് വൗച്ചർ കിട്ടി. അപ്പം നാം നോക്കുമ്പോഴേക്കും ഒരു ₹40,000 വാല്യുവേഷൻ ഉണ്ട്. പിന്നെ മുന്നോട്ട് പോയപ്പോഴേക്കും ഒരു ഡിഷ് വാഷർ കിട്ടി. ഡിഷ് വാഷർ കൊടുത്തപ്പോഴേക്കും ഒരു ഗോൾഡ് കോയിൻ കിട്ടി. അപ്പം ഗോൾഡ് കോയിൻ ആയപ്പോഴേക്കും പിന്നെ ഒന്നും നടന്നിട്ടില്ലായിരുന്നു ഒരു 2 മാസത്തേക്ക്. അങ്ങനെ ഒരു സേഫ്റ്റി പിന്നും കൂടെ ട്രേഡ് ചെയ്തിട്ട് ഒരു മാസത്തിൽ എത്തിയപ്പോഴേക്കും എനിക്കൊരു AC കൂടെ കിട്ടി. അപ്പോൾ എൻ്റെ ഫൈനലി ഒരു AC ഉണ്ട്, ഒരു ഗോൾഡ് കോയിനും ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ കുറേ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോട് അപ്രോച്ച് ചെയ്തു. ഇത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഒരു വീട് തരാനായിട്ടുള്ള എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്നൊക്കെ. അങ്ങനെ കുറേ പേരോടൊക്കെ ചോദിച്ചു. ലാസ്റ്റ് ഞാൻ സൈലത്തിലെ അനന്തുചേട്ടനെ കോൺടാക്ട് ചെയ്തു. പുള്ളിക്കാരൻ ഓക്കെ പറഞ്ഞു. 17 ചലഞ്ചുകൾക്കൊടുവിൽ അമൽ തന്റെ ലക്ഷ്യത്തിലെത്തി. ഒരു സേഫ്റ്റി പിന്നിൽ തുടങ്ങിയ യാത്ര സിന്ധുവിന്റെ അടുക്കളയിൽ സന്തോഷമായി തിളച്ചു തൂകി. ഫൈനലി ഞാൻ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു. കുറച്ച് നാൾ മുന്നേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാനൊരു ദിവസം സിന്ധു ചേച്ചിയെ പരിചയപ്പെട്ടത്. വർഷങ്ങളായിട്ട് ഈ ഒരു ഷെഡിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. ചേച്ചി ഈ ഒരു ഭ്രാന്തൻ ഐഡിയക്ക് എന്റെ കൂടെ നിന്ന കുറെ പേരുണ്ട്. ആ പുതിയ വീട്ടിലേക്ക് ഞങ്ങൾ കയറിയിട്ട് ഒരു ചെറിയ കേക്കൊക്കെ കട്ട് ചെയ്തു. ഞാൻ ജസ്റ്റ് ഇതൊരു ഭ്രാന്ത് ഐഡിയ ആയിട്ട് തുടങ്ങിയതാണ്. പക്ഷേ ചെയ്തു വന്നപ്പോഴേക്കും ഇത്രയും ചെറിയ സാധനത്തിൽ നിന്ന് ഒരു വലിയ വീട് കിട്ടി. അപ്പം ഒരു വീടില്ലാത്ത ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സിന്ധു ചേച്ചി എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചി ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു വീട് കിട്ടുമെന്ന്. ചേച്ചി എനിക്കൊരു സേഫ്റ്റി പിൻ തരും. ഈ ഭ്രാന്തൊക്കെ തുടങ്ങുമ്പോൾ മാത്രമേ കാണത്തുള്ളൂ. ചെയ്തു കഴിയുമ്പം എല്ലാം ഒരു സക്സസ് സ്റ്റോറിയാണ്. എൻ്റെ കൂടെ നിന്ന എല്ലാവരോടും താങ്ക് യു സോ മച്ച്. എത്രയും പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. ഇതൊക്കെ ഒരു ഭ്രാന്താണ്. എന്നാൽ ആ ഭ്രാന്തിലും ഒരു നന്മയുണ്ട്. സിന്ധു ചേച്ചിയുടെ പുഞ്ചിരിയുണ്ട്. ജബിൻ തേക്കടിക്കൊപ്പം ഷിനോദസ്റ്റി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ഇൻഫ്ലുവൻസർമാർ അടികൂടുന്നേ, അല്ലെങ്കിൽ പരസ്പരം പാരവയ്ക്കുന്നേ, അല്ലെങ്കിൽ അവർ പരിധി വിട്ടു പോകുന്നേ എന്നൊക്കെയുള്ള പരാതികളുമൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞതുപോലെ നന്മയുള്ളൊരു ഭ്രാന്തുമായി ഇറങ്ങി തിരിച്ചാൽ അത് ഒരുപാട് പേർക്ക് സന്തോഷം പകരും എന്ന് കൂടി നമ്മളെ പഠിപ്പിക്കുകയാണ് അമൽ. അപ്പോൾ ഷിനോജെ, അമലിനെ ആശംസകൾ, നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ആശംസകൾ, സ്നേഹമൊക്കെ അറിയിക്കുക. ഈ സേഫ്റ്റി പിൻ ചലഞ്ച് തുടരുകയാണോ? ഏകദേശം 1 വർഷം മുൻപാണ് അമൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോ, ഈ ചലഞ്ചിങ് വീഡിയോ ഒക്കെ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നത് എങ്ങനെ പൂർത്തിയാക്കാൻ കഴിയും, പ്രത്യേകിച്ച് ഒരു സേഫ്റ്റി പിന്നിൽ നിന്ന് എങ്ങനെ അത് ട്രൈഡ് ചെയ്ത് ഒരു വീട്ടിലേക്കൊക്കെ തന്നെ എത്താൻ കഴിയുമെന്ന സംശയം നമുക്കൊക്കെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. ആ സംശയങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് ഈ നാട്ടുകാർക്കൊക്കെ തന്നെ തോന്നിയിരിക്കുന്നത്. കാരണം സേഫ്റ്റി പിന്നിൽ നിന്ന് ആദ്യം പേന വരുന്നു, അതിനുശേഷം പല രീതിയിൽ മാറി വന്നാൽ പോലും ഒരു വീട് എന്നൊരു സ്വപ്നത്തിലേക്കൊക്കെ തന്നെ എത്തണമെങ്കിൽ അതിന് പല കടമ്പകളുണ്ട്. പക്ഷേ നാട്ടുകാരും നമ്മളുമൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ തന്നെ പറയാറുണ്ട്. പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ ഒരു കാര്യം അത് തീവ്രമായി അങ്ങനെ ആഗ്രഹിച്ചാൽ അത് നേടിത്തരുന്നതിന് വേണ്ടി ഈ പ്രപഞ്ചം തന്നെ ഗൂഢാലോചന നടത്തുമെന്ന് പറയുന്നത് പോലെ അമലൊരു കാര്യം അങ്ങനെ വളരെ തീവ്രമായി ആഗ്രഹിച്ചു. അതിനുവേണ്ടി പണിയെടുത്തു, അതിനുവേണ്ടി പലരെയും സമീപിച്ചു. ഒടുവിൽ ആ വീട് എന്നൊരു സ്വപ്നത്തിലേക്ക് അമൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു അതിൻ്റെ പാലുകാച്ച്. കൊല്ലം കുണ്ടറ സ്വദേശിനിയായിട്ടുള്ള സിന്ധു എന്ന് പറയുന്ന ഒരു അമ്മയ്ക്കാണ് ഇത്തരത്തിൽ ഈ വീട്
ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള അമൽ തന്നെ പറയുന്നത് ഒരു ഭ്രാന്തൻ ഐഡിയ എന്നാണ്. കാരണം ഇത്തരത്തിലുള്ള ഭ്രാന്തൻ ഐഡിയകൾ ഇനിയും കയ്യിലുണ്ട്. അത്തരത്തിലുള്ള ഐഡിയകളുമായി ഇനിയും താൻ തന്നെ രംഗത്ത് വരും, ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് അമൽ തന്നെ പറയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഭ്രാന്തൻ ഐഡിയകൾ മുന്നോട്ട് വരട്ടെ. ഭ്രാന്തൻ ഐഡിയ എന്ന് തമാശയ്ക്ക് പറയുമ്പോഴും അതിലൊരു നന്മയുണ്ട്. നമ്മൾ ആ സ്റ്റോറിയുടെ അവസാനം പറഞ്ഞതുപോലെ ഒരു നന്മയുണ്ട്. സിന്ധു ചേച്ചിയെ പോലെയുള്ള പലർക്കും. അതെ ഷിനോജ്, ഇപ്പോൾ സിന്ധു ചേച്ചിയുടെ നിന്ന് ഒരു പിൻവാങ്ങുന്നുണ്ട് അല്ലേ? ഇനി ആ ചലഞ്ച് തുടരട്ടെ, മറ്റൊരാൾക്ക് വീടോ അല്ലെങ്കിൽ എങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴിയൊരുക്കാൻ ഈ ചലഞ്ചിന് കഴിയട്ടെ. അപ്പോൾ അമലിന് വീണ്ടും ആശംസകൾ, അഭിനന്ദനങ്ങൾ അറിയിക്കണം. ശരി.